ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവേശുവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. മാനുഷിക ജീവിതം പ്രശ്നസങ്കീർണമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിനും അഭിപ്രായത്തിനുമായി നാം മറ്റുള്ളവരോട് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതികൂലാവസ്ഥകൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം, നമ്മുടെ പ്രശ്നങ്ങളും നാം അനുഭവിക്കുന്നതായ വേദനകളും ബുദ്ധിമുട്ടുകളും നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് എന്നുള്ളതാണ്. നാം നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകാവുന്നതായ തിക്തഫലങ്ങൾ വളരെയധികമാണ്. ഒരുപക്ഷെ ഞാൻ ഈ വിഷയം പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, എന്താണ് ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഈ കാലഘട്ടങ്ങളിലെന്ന്. പ്രത്യേകിച്ച് ദൈവജനം പരസ്പരം കൂട്ടായ്മയോ ആചരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നാം നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊരു പക്ഷേ ചിന്തിക്കാം. തീർച്ചയായിട്ടും വിശ്വസ്തരായ വ്യക്തികളുമായിട്ട് നാം നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കണം എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇങ്ങനെ പങ്കുവെക്കുന്നതായ കാര്യങ്ങൾ, അഥവാ നാം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് വളരെയധികം ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയുണ്ട്. എന്തുകൊണ്ടാണ് നാം നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് എന്ന് പറയുന്നതിൻ്റെതായ ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് കടൽത്തിരകൾ പോലെ അനേക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനിടയുണ്ട്. സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാണ്. ഒന്നാമത് നാം തിരിച്ചറിയുക, ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളോട് നാം നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് നാം തേടുന്നതായ സമാധാനം നമുക്ക് ലഭിക്കണമെന്നില്ല. നാം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിലും അനേക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നാം നമ്മുടെ വിഷയങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവർക്ക് നമ്മെ ആശ്വസിപ്പിക്കുവാനോ അവർക്ക് നമ്മളെ സമാധാനിപ്പിക്കുവാനോ പലപ്പോഴും കഴിയാതായി വരുന്നു. എന്നാൽ നാം നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിഷയങ്ങൾ കേൾക്കുന്നവർക്ക്, പ്രശ്നങ്ങൾ കേൾക്കുന്നവർക്ക് നമ്മോടൊരു അലിവ് തോന്നാം. ചിലർ നമ്മുടെ വിഷയങ്ങളെ കേട്ടിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും. എന്നാൽ വേറെ ചിലർ നമ്മെ വിധിക്കുവാനും ഇടയാകുമെന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കേൾക്കുവാൻ കഴിയുന്നത് വലിയവനായ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണെന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ നശ്വരമായ ലോകത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായ മനുഷ്യനിൽ നിന്നല്ല, അല്ലെങ്കിൽ ഈ നശ്വരമായ ലോകത്തിൽ നിന്നല്ല നമ്മുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് നാം കടന്നു ചെല്ലേണ്ടത്. ഈ ലോകത്തിനോ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു മാറ്റപ്പെടുന്നതായ മനുഷ്യർക്കോ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവരോട് നമ്മുടെ വിഷയങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ നാം പ്രതീക്ഷിക്കുന്നത്, അവരോട് പങ്കുവെക്കുമ്പോൾ എനിക്കൊരു സമാധാനം, പങ്കുവെക്കുന്ന ആൾക്ക് മനസ്സിനൊരു സമാധാനം ലഭിക്കണം.
അല്ലെങ്കിൽ നല്ല ഒരു ഉപദേശം അവരിൽ നിന്ന് കേൾക്കാം എന്നുള്ളതായ വ്യഗ്രതയോടുകൂടിയാണ് പലപ്പോഴും പലരും പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ പലപ്പോഴും അത് നമ്മളുടെ പഴിയുടെ രൂപത്തിലോ കുറ്റപ്പെടുത്തലിൻ്റെ രൂപത്തിലോ വിമർശനത്തിൻ്റെ രൂപത്തിലോ പലപ്പോഴും പ്രതികരണങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അവൻ എപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ തയ്യാറുള്ളവനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില ചോദ്യങ്ങൾ അവരിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വരും. ചിലർ പറയും, നിങ്ങളുടെ കയ്യിൽ തെറ്റുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നതെന്ന്. എന്നാൽ വേറെ ചിലർ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നതായ വിഷയത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പുറത്തു വരത്തില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരായ വേറെ ചില കൂട്ടരുണ്ട്. അവർ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വളരെ ബുദ്ധിപൂർവമായിട്ട് ഞാൻ ഈ പ്രശ്നത്തെ പരിഹരിച്ചേനേമെന്ന്. ഈ മുകൾ പറയപ്പെട്ടതായ ഈ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ പ്രശ്നത്തെ ലഘൂകരിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെയുള്ളതായ മറുപടികൾ നമ്മുടെ വിഷയങ്ങളുടെ ഭാരത്തെ കൂട്ടുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയുക. ചിലർ നമ്മുടേതായ പ്രശ്നങ്ങളെ വളരെ അലിവോട് കേട്ടിട്ട് മനസ്സലിവോടെ സംസാരിക്കും. എന്നാൽ പിന്നത്തേതിൽ ഇവരുടെ വാക്കുകൾ നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് മാറാറുണ്ട്. വേറെ ചിലർ നിങ്ങളുടെ പ്രശ്നങ്ങളെ കേട്ടിട്ട് നിങ്ങളെ വിമർശിക്കുവാനിടയാകും. അതുതന്നെയല്ല, ഇങ്ങനെ വിമർശിക്കുന്നവർ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളുടെ വിഷയം അതൊരു പൊതു സംസാര വിഷയമാക്കി മാറ്റുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ഇത് പലപ്പോഴും നിങ്ങളിൽ ആഴത്തിലുള്ളതായ മുറിവുകൾ സൃഷ്ടിക്കുവാൻ ഇടവരും. ഒന്നോർക്കുക, വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിരാശയെ കൊണ്ടുവരുവാനായിട്ട് കഴിയും. വ്യക്തികളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയെ കൊണ്ടുവരുവാനിടയാകും. അത് പല തെറ്റുധാരണകളും ഉടവാക്കുവാനിടയാകും. പലപ്പോഴും ഒറ്റപ്പെടുത്തലുകളിലേക്കും ആകുലതകളിലേക്കും ഇത് നിങ്ങളെ നയിക്കുവാനായിട്ടിടയുണ്ട്. സമാധാനം ആഗ്രഹിച്ച് ഒരു നല്ല ഉപദേശം ലഭിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ പങ്കുവച്ചതായ കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം കുഴപ്പത്തിലേക്ക് വലിച്ചിടുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്നോർക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് ഒരു കരുതലുള്ളവരാകണമെന്നില്ല. നിങ്ങളെ ഉപദേശിക്കുന്ന എല്ലാവരും നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നവരാകണമെന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പല വാഗ്ദാനങ്ങളും ചെയ്യുന്നവർ ആ വാക്ക് പിന്നത്തേതിൽ പാലിക്കണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവജനം പൂർണ്ണമായി ദൈവത്തിങ്കലേക്ക് തിരിയേണ്ടത് വളരെ ആവശ്യമാണ്. അവൻ ഒരിക്കലും നിങ്ങളെ അനീതിയായിട്ട് ന്യായം വിധിക്കുന്ന ദൈവമല്ല. അവൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ കേട്ട് നിങ്ങൾക്ക് തക്ക യോഗ്യമായ മറുപടികളെ നൽകുവാൻ കഴിയുന്ന വലിയവനായിരിക്കുന്ന ദൈവമാണ്. മാനുഷിക അറിവിനപ്പുറത്തായി അവന് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് കഴിയും. നാം നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. കേൾക്കുന്നതായ എല്ലാവരും നിങ്ങളെ അനുകൂലിക്കണമെന്നില്ല. ഒന്നോർക്കുക, മാനുഷിക ജീവിതം എന്ന് പറയുന്നത് പ്രശ്ന സങ്കീർണമാണ്.
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിനും അഭിപ്രായത്തിനുമായി നാം മറ്റുള്ളവരിലേക്ക് തിരിയുക സ്വാഭാവികമാണ്. എന്നാൽ ഓർക്കേണ്ടതായ ഓരോ കാര്യം, നാം നമ്മുടെ പ്രശ്ന പരിഹാരത്തിനായി നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് തിരിയുമ്പോൾ നാം ആരോട് പങ്കുവെക്കുന്നുവോ അവർക്ക് നമ്മളെക്കാട്ടിലും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവരവരുടേതായ വിഷയത്തിൽ വളരെ പോരാട്ടം കഴിക്കുന്നവരാണ്. അവർ നമ്മളിലും വലിയതായ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ജീവിത യാത്ര നയിക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് ഇങ്ങനെ നാം വ്യക്തികളെ സമീപിക്കുമ്പോൾ പലപ്പോഴും അവരിൽ നിന്ന് ശരിയായ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നു. ശരിയായ രീതിയിൽ നമ്മെ സഹായിക്കുവാൻ മനുഷ്യർക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് നാം നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് എന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത് വലിയൊരു സത്യം. നാം പങ്കുവെക്കുന്നതായ ചിലർ ഒരുപക്ഷെ അവർ പുറമേ വളരെ നല്ലതായ നിലയിലായിരിക്കാം, എന്നാൽ അകമേ അവർ നമ്മളെക്കാട്ടിലധികം പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം. ചിലപ്പോൾ ഇങ്ങനെയുള്ളതായ വ്യക്തി ജീവിതങ്ങൾ എന്തു ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ പങ്കുവെക്കുന്നതായ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോട് കേൾക്കുകയും ഒരുപക്ഷെ നിങ്ങളെ സഹായിപ്പാനായിട്ട് അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്തു എന്ന് വരാം. അവരങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്നതായ വിഷയം വളരെ കലുഷിതമായ വിഷയങ്ങളാകാം. ചിലർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം, എന്നാൽ വേറെ ചിലർക്ക് ഭയങ്കരമായ വിഷയങ്ങളായിട്ടും ആ വിഷയത്തെ തോന്നാം. ചിലർ നമ്മുടെ പ്രശ്നങ്ങളെ പങ്കുവെക്കുമ്പോൾ ചിലർ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ലേ? ഞാനും ഇതുപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്നതായ വിഷയം ഒന്നുമല്ല, ഞാൻ അനുഭവിച്ചത് വെച്ചു നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചത് ഒന്നുമല്ല എന്ന് പറയുന്നതായ ലോകം. ഓർക്കുക, മനുഷ്യർക്ക് ചില പരിധികളുണ്ട്. നിങ്ങൾ പങ്കുവെക്കുന്നതായ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. മറ്റുള്ളവർ നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു വ്യക്തിയോട് പങ്കുവെക്കുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടണമെന്നില്ല. കാരണം എല്ലാവരുടെയും വിഷയങ്ങൾ തുല്യ വിഷയങ്ങളല്ല. മനുഷ്യർക്കെല്ലാവർക്കും വ്യത്യസ്തമായ നിലയിലുള്ളതായ പ്രശ്നങ്ങളാണ്. ചില സമയങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നത്തെ വഹിക്കുവാൻ വ്യക്തികൾക്ക് താല്പര്യമില്ല. അതിന് കാരണമുണ്ട്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ആ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാനോ ആയിട്ട് ഇതുവരെയും മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനോ കഴിയത്തില്ല. വേറെ ചിലർ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളുടെ വിഷയങ്ങൾ കേട്ടിട്ട് തെറ്റായ വിവരങ്ങൾ തന്ന് നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുവാനിടയുണ്ട്. വിശ്വസ്തരായ വ്യക്തികളോട് മാത്രമേ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പങ്കുവെക്കാവൂ. നാം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കരുതേണ്ടതായ ഒരു കാര്യം ഇതാണ്: മനുഷ്യർക്ക് സ്ഥിരമായ ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനായി കഴിയത്തില്ല. സ്ഥിരമായ ഒരു ആശ്വാസവും വിടുതലും മനുഷ്യർക്ക് നമ്മളുടെ ജീവിതത്തിൽ നൽകുവാൻ കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം
പറയുന്നത് നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക. നമ്മുടെ ഭാരം വെക്കേണ്ടത് ദൈവത്തിലാണ്, ലോകത്തിലല്ല, നമ്മുടെ സഹപ്രവർത്തകന്മാരുടെ മേലല്ല, നമ്മുടെ മറ്റിതര സാഹചര്യങ്ങളിൽ മേലല്ല നാം നമ്മുടെ ഭാരത്തെ വെക്കേണ്ടത്. നാം നമ്മുടെ ഭാരത്തെ വെക്കേണ്ടത് വലിയവനായ ദൈവത്തിലാണ്. നാം തന്നെ നമ്മുടെ കഷ്ടത വഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ആഗ്രഹിക്കുന്നത്. നാം നമ്മുടേതായ പ്രയാസങ്ങൾ മറ്റുള്ളവൻ്റെ തോളിൽ വച്ചു കൊടുക്കണമെന്നൊരിക്കലും ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകം ഒരുപക്ഷെ നമ്മുടെ വിഷയങ്ങൾ കേട്ടിട്ട്, നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് നമുക്ക് ചെറിയ പരിഹാര മാർഗങ്ങൾ കൽപ്പിച്ചു നൽകുമായിരിക്കാം. അല്ലെങ്കിൽ അനേക പരിഹാര മാർഗങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞതിരിക്കാം. മറ്റുള്ളവരുടെ മനസ്താപം നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ നമുക്ക് പിടിച്ചു പറ്റുവാനായിട്ട് കഴിയും. പക്ഷേ ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. ഇതിൻ്റെ എല്ലാ അവസാനം ശൂന്യത മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. ലോകത്തിലേക്കും ലോകത്തിലുള്ളവരോട് തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നവരെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തെ ദൈവം സൃഷ്ടിച്ചത് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നതിന് അനുയോജ്യമായ രീതിയിലല്ല. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ കഴിയുന്നത് വലിയവനായിരിക്കുന്ന ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരം അതൊരുപക്ഷെ പരാജയ ഭാരമായിക്കോട്ടെ, ഭയമെന്ന ഭാരമായിക്കോട്ടെ, ആകുലത എന്ന ഭാരമായിക്കോട്ടെ, ദാരിദ്ര്യവും നിരാശയെന്ന ഭാരമായിക്കോട്ടെ, നിങ്ങളുടെ ഭാരം എന്തു തന്നെയായിരുന്നാലും അത് വലിയവനായിരിക്കുന്ന ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവം ഒരിക്കലും ഒരു താൽക്കാലിക പരിഹാരമായിരിക്കത്തില്ല നിനക്ക് നൽകുന്നത്. ദൈവം നിന്റെ വിഷയങ്ങളെ പരിഹരിച്ചാൽ അത് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമാണ് എന്ന് നാം തിരിച്ചറിയുക. മനുഷ്യൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം നമ്മുടെ ഭാരങ്ങളെ മറ്റുള്ള മനുഷ്യരുടെ തോളിൽ വയ്ക്കുവാൻ ശ്രമിക്കരുത്. നമ്മുടെ ഭാരം നാം ദൈവത്തിൽ ഇറക്കി വെക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, നാം നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. നിന്റെ ഭാരം യഹോവയിൽ മേൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ വലിയവനായിരിക്കുന്ന ദൈവത്തിൽ മാത്രം നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇറക്കി വെക്കുക. അവൻ നിങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുന്ന ദൈവമാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾ നിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. പലപ്പോഴും അറിവില്ലായ്മയിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഭാരങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഞങ്ങൾ പങ്കുവച്ചു. അത് മുഖാന്തരം അനേക തിക്തഫലങ്ങൾ, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ഇന്ന് പകൽക്കാലം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നു, അങ്ങയുടെ വചനം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് 55-ാം സങ്കീർത്തനം 22-ാം വാക്യമനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങളെ കർത്താവെ ഇനി മേലിൽ ഒരിക്കലും മറ്റുള്ളവരുടെ തോളിൽ വയ്ക്കത്തില്ല, ഈ ലോകത്തിൽ വയ്ക്കത്തില്ല. ഞങ്ങളുടെ ഭാരം ഞങ്ങൾ കർത്താവിൽ ഇറക്കി വെക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് ഞങ്ങൾ ഇന്ന് പകൽക്കാലം മുതൽ പറയുകയാണ്. കർത്താവെ, കേൾവിക്കാരായവർ, അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അനേക വേദനയിലൂടെ കടന്നു പോകുന്നവർ, അനേക ഭാരത്തിലൂടെ കടന്നു പോകുന്നവർ, എങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്നറിയാൻ വയ്യാത്തവർ, ഇന്ന് പകൽക്കാലം കർത്താവെ നീ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച്
അവരുടെ വേദനകളെ നീ മാറ്റിക്കൊടുക്കണമേ. അവരുടെ ഭാരങ്ങളെ നീ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2025 ഇവരുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധിയുടെ വർഷമാക്കി, സമാധാനത്തിൻ്റെ വർഷമാക്കി, ആശ്വാസത്തിൻ്റെ വർഷമാക്കി സ്വർഗം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.